അമ്മേ, അമ്മ വലിയ ബുദ്ധിമതിയാണെന്നൊക്കെ ഞാൻ സമ്മതിച്ചു. 30,000 രൂപയ്ക്ക് 3 ലക്ഷം രൂപയുടെ മാലയൊക്കെ കിട്ടി. പക്ഷേ അമ്മ ഇപ്പൊ കാണിക്കുന്നത് മണ്ടത്തരം. എന്ത് മണ്ടത്തരം? അമ്മ ഈ മാല ഇട്ടുകൊണ്ട് കിടന്ന അഖിലേ ആകാശമൊക്കെ കാണില്ലേ? എന്തായാലും അവർക്കത് ഇഷ്ടപ്പെടൂല. അപ്പൊ അവരെന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഈ മാല തിരിച്ചു വാങ്ങാൻ നോക്കും. 30,000 രൂപയെന്നൊക്കെ പറഞ്ഞ അത്ര വലിയ തുകയൊന്നുമല്ല. അവരെങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കിക്കൊണ്ട് വന്നാ അമ്മ എന്ത് ചെയ്യും? മാല തിരിച്ചു കൊടുക്കണ്ടേ? അമ്മ ഒരു കാര്യം ചെയ്യും, ഇത് വിറ്റോ പണയം വെച്ചോ ഉള്ള കാശ് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് വേറൊരു മാല വാങ്ങിച്ചിട്ടുകൊണ്ട് നടക്ക്. ചോദിച്ചാ അമ്മ പുതിയ മാല വാങ്ങിച്ചു എന്ന് പറയണം. അപ്പോഴും പ്രശ്നമല്ലേടാ? അവരെങ്ങനെയെങ്കിലും കാശുണ്ടാക്കി കൊണ്ടുവന്നാ തിരിച്ചു കൊടുക്കണ്ടേ? അതിനും വഴിയുണ്ട്. കുറേ നാള് കഴിഞ്ഞാണ് പൈസ തരുന്നെങ്കിൽ പൈസ വൈകിയതുകൊണ്ട് മാല വിറ്റു എന്ന് പറയാം. ഇനിയിപ്പോ ഉടനെ തരുവാണെങ്കിൽ മാല കാണാനില്ലെന്ന് പറയാം. അവര് വരുന്നതിന് മുമ്പ് വേണം. അമ്മ ആ മാല ഇങ്ങെടുത്തേ, ഞാൻ 2 മണിക്കൂറിനകം പൈസ കൊണ്ടുവന്ന് തരാം. കുഴപ്പമാവോ? എന്തു കുഴപ്പം? അമ്മയുടെ ഗുണത്തിനാ ഞാൻ ഈ പറയുന്നത്. അമ്മ അതിങ്ങതാ താ. സൂക്ഷിച്ചു വെക്കേ. 2 മണിക്കൂർ ഞാൻ ഉടനെ എത്തും, പേടിക്കണ്ട. ദിവ്യേ, 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 ദിവ്യേ. സുമേഷേ, എന്നെ വിളിച്ചോ? അല്ല, ഇതെവിടെ പോവാ? നീ എന്താ പറഞ്ഞത്? ഭർത്താവിന്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താ നീ എന്റെ ആഗ്രഹം സാധിച്ചു തരാം അല്ലേ? അതെ. ഇപ്പൊ നിനക്ക് വേണ്ടത് 25,000 രൂപ. അത് കൊണ്ടുവന്ന് തന്ന പറയ്. അത് കൊണ്ടുവന്ന് തന്ന നീ എന്നെ ഉത്തരവാദിത്ത ബോധമുള്ള ഭർത്താവായിട്ട് അംഗീകരിക്കോ? ആദ്യം കൊണ്ടുവാ, അപ്പൊ പറയാം. അത് നിന്റെ കയ്യിൽ വെച്ചാ മതി. പറ, നിനക്കാവശ്യമുള്ള 25,000 രൂപ കൊണ്ടുവന്ന നീ എന്നെ ഉത്തരവാദിത്തമുള്ള ഭർത്താവായിട്ട് അംഗീകരിക്കോന്ന്? അംഗീകരിക്കാം. അങ്ങനെ അംഗീകരിച്ചാ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. പറയ്. ഇന്നു മുതൽ നമ്മൾ ശരിക്കും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കും. പറയ്. നോക്കിയാൽ പോരാ, നടക്കണം. എല്ലാം നടക്കണം. ഞാൻ പോയിട്ടെ ഒരു 2 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും. ബാക്കി തിരിച്ചു വന്നിട്ട്. അല്ല സുമേഷ്, എങ്ങോട്ട് പോന്നേ? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. ഓക്കേ? സുമേഷ്, എന്നോടൊന്നും പറയാതെ എങ്ങോട്ട് പോവാ? എല്ലാം നിന്നോട് പറയണമെന്നില്ലല്ലോ. അഹങ്കാരം കാണിക്കാതെ പറഞ്ഞിട്ട് പോ സുമേഷ്. കയ്യിൽ കാശില്ലാത്ത എന്നോട് പുച്ഛമായിരുന്നല്ലോ നിനക്ക്. അതിന്ന് മാറ്റിത്തരും ഞാൻ. മനസ്സിലായില്ല? നീ മനസ്സിലാക്കണ്ട. ഇന്ന് മിനിമം ഒരു 2.5 ലക്ഷം രൂപ എന്റെ കയ്യിൽ വരും. എങ്ങനെ?